ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോഴേ ഇന്നും നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താ പ്രത്യേകിച്ച് ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല. ചൂടാണ് സത്യമായിട്ട് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കടമ്പനാട് 7 മൈൽ ഭാഗത്ത് നല്ല ചൂടായിരുന്നു ഇന്നലെ കേട്ടോ. സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. ഇന്ന് എനിക്ക് അത്ര തോന്നിയില്ല, അനുഭവപ്പെട്ടില്ല ചൂട് കേട്ടോ. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു, എല്ലായിടത്തും അത് തന്നെ. കാല് കുത്തി വലിക്കുന്നേ, കാലങ്ങ് കുത്തി വലിക്കുന്നു, കാലിന് വേദന. അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വരൾച്ചയാകുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ എൻ്റെ ദൈവമേ, ഓരോ സ്ഥലത്തൊക്കെ നമ്മൾ പോകണം ഇങ്ങനെ കലത്തിനും കുടത്തിലും ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കോരിക്കൊണ്ട് പോകുന്നത്. പക്ഷെ നമുക്കിവിടെ അത്ര വെള്ളത്തിനും ദാരിദ്ര്യം ഇല്ല കേട്ടോ. വറ്റുമെങ്കിലും തീരെ അങ്ങ് വറ്റത്തില്ല, കനാലുള്ളതുകൊണ്ട് നമുക്കിവിടെ വറ്റത്തില്ല. ചിലയിടത്തൊക്കെ ചെല്ലണം, നമ്മുടെ ഇവിടുത്തെ അമ്മയുടെ അവിടെയൊക്കെ ചെല്ലണം. ഇപ്പോൾ അവിടെയും പുരോഗമനമൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഇപ്പം പൈപ്പ് ലൈനൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിനൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നാലും ചില സ്ഥലത്തൊക്കെ ചിലപ്പം വെള്ളത്തിന് ഭയങ്കര ദാരിദ്ര്യം. നമ്മളൊക്കെ കളയുന്ന വെള്ളം സത്യം പറഞ്ഞ സങ്കടം വരും. ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ പാത്രം കഴുകുന്നതൊക്കെ വീഡിയോ കണ്ടിട്ട് ചില കൂട്ടുകാരെ അവരെയൊന്നും ഞാനിപ്പം കാണുന്നതേ ഇല്ല. അപ്പോൾ സുപ്രൂ ഇത്രയും വെള്ളമാണോ കളയുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. സത്യം ഓരോരുത്തരത്ത് നമ്മൾ ചിലപ്പോൾ ഭയങ്കര ദാരിദ്ര്യം അനുഭവപ്പെടും വെള്ളത്തിനായിട്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഇന്നെനിക്ക് ഒത്തിരി പൂ കിട്ടി കേട്ടോ. ഇഷ്ടം പോലെ മുല്ലപ്പൂ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അണ്ണൻ കൊണ്ട് നട്ട മുല്ലക്കകത്ത് നിറച്ച് ഉണക്ക സമയത്ത് ആ പെണ്ണിന് ഭ്രാന്ത് കയറും കേട്ടോ. അവൾക്ക് ഭ്രാന്ത് കയറും. നമ്മൾ ഒത്തിരി പൂ ഉണ്ടാകുന്നത് 2 സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, 365 ദിവസം ഞാൻ തലേ പൂ വയ്ക്കുന്നുണ്ട്, മുല്ലപ്പൂ അല്ലെങ്കിൽ പിച്ചിപ്പൂ. പക്ഷെ ഒറ്റ ഒരു പേനെ കാണാൻ പോലും ഇല്ല. എന്ന് വെച്ചാൽ എൻ്റെ ഈ പൈസ ഇല്ലാത്തത് കാരണം നമ്മളെ തലയിലും പേനില്ല. ഈ പൈസ ഉള്ളവരുടെ തലയിൽ ഇഷ്ടം പോലെ പേനുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഇവിടെ പേൻ ചെയ്യുന്ന ചീപ്പ് വാങ്ങിക്കേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ തലയിൽ പേനില്ലല്ലോ, മറ്റൊരു പേന് കിട്ടത്ത പോലും ഇല്ല. പിന്നെ നര വരാനുള്ള, എനിക്ക് ഈ നരയൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ചൊറിച്ചിൽ വരും. അപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് പറയും പേനായിരിക്കും. പക്ഷെ പേനൊന്നുമില്ല, നരയ്ക്കാനാണ്. എനിക്ക് എൻ്റെ ഒരു മുടി നരയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കരയാം. അന്നേരം മോൻ പറയും, അമ്മ കിളവിയായില്ല, ഇനി എന്തിനാ അമ്മ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഞാൻ പറയും, ഞാൻ സമ്മതിക്കത്തില്ലടാ, ഞാൻ കിളവിയാണെന്ന് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രായമായിട്ടില്ലെന്ന് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് പാകപ്പെടുത്തണം. ഞാൻ ചെറുപ്പമാണ്, ഞാൻ കുട്ടിയാണെന്ന് ഞാനങ്ങനെ കേട്ടോ. സത്യമായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അരപ്പീരി പോലൊക്കെ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും കൊച്ചു കുട്ടിയുടെ ഇതായിട്ടാണ്. ഞാൻ ഇത്രയും പ്രായമായെന്ന് ഞാനങ്ങനെ സമ്മതിച്ച് കൊടുക്കത്തില്ല ഞാൻ. അപ്പോഴവൻ എന്നെ എപ്പോഴും കളിയാക്കും. ചിലപ്പോൾ ഈ നര വരുന്ന ഭാഗത്തൊക്കെ അങ്ങ് ചൊറി. ഞാൻ പറയും, മക്കളെ ഒന്ന് നോക്കി, അമ്മയുടെ തല ഒന്ന് നോക്കി. അവൻ പറയും, അവിടെ ഇരിക്കട്ടെ അമ്മേ, അതിനെന്തുവാ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, കുശുമ്പനാണോ അല്ലയോ അവന്. പാവൻ്റെ കൊച്ച് ഒന്നും അറിയുന്നില്ല. ഇതൊക്കെ അച്ചി ഇത് തുമ്മുമായിരിക്കും അല്ലേ. അപ്പോഴിനി നമ്മുടെ കയ്യിലെ പൈസയൊക്കെ വരണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് മാമൻ കഴിയണം. എൻ്റെ മാമാ ഇപ്പോഴെങ്ങാണോ എന്തെങ്കിലും നടക്കുമോ എൻ്റെ മാമ? ഓം ക്രീം ഇല്ലയോ? അപ്പോഴെത്ര പേരിരുന്ന് മന്ത്രം ചെല്ലുന്നുണ്ട് യൂട്യൂബ് അമ്മാവൻ്റെ മനസ്സൊന്ന് അലിയാൻ വേണ്ടിയല്ലേ. അതൊക്കെ നടക്കും കേട്ടോ. നമ്മൾ ഒരു ദൃഢനിശ്ചയം മതി, നമുക്ക് കിട്ടും. നമുക്ക് അത് എന്താ കിട്ടും എന്നങ്ങോട്ട് വിചാരിച്ച് നമ്മൾ എന്നും അങ്ങോട്ട് വീഡിയോ ഒക്കെ ഇടണം. നമ്മളെ കൊണ്ടാവുന്ന പോലൊക്കെ ഉള്ള കുഞ്ഞു വീഡിയോകളൊക്കെ ഇട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേര് കാണും. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യല്ലേ കേട്ടോ. അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിഷമിച്ചിരുന്നിട്ടോ എനിക്ക് നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും നടക്കും അല്ലേ, ആ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നല്ലോ.
നടക്കും കേട്ടോ. നിങ്ങൾ വിഷമിക്കേണ്ട, ആരും വിഷമിക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഈ തുടക്കക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളും അങ്ങനെയൊക്കെ അല്ലേ കയറി വന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും കൂട്ടാക്കാൻ കൂടുതലും തുടക്കക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അവരും നമ്മുടെ കൂടെ വരട്ടെ. ഞാനൊക്കെ ഈ 100 ആവാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ കേട്ടോ. വഴിയെ പോകുന്ന ബംഗാളിയൊക്കെ വിളിച്ച് കുത്തി കഷ്ടം. നമ്മൾ എന്ത് പാടുപെട്ടാ നമ്മളെല്ലാവരും ഇവിടെയൊക്കെ ആയതേ അല്ലേ. അപ്പോൾ നമുക്ക് പുറകെ വന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ആക്കണം അല്ലേ. അപ്പോൾ ഇതൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങളെ ഇൻട്രോയിൽ തന്നെ ഞാൻ എല്ലാ വിശേഷങ്ങളും പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലോട്ടൊക്കെ പോയി അവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം കേട്ടോ. കുഞ്ഞു വിശേഷങ്ങളാണേ, വലിയ വിശേഷങ്ങളൊന്നുമല്ല കേട്ടോ. രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞടുക്കളയിൽ ഇതുവരെ ചെയ്യാത്തൊരു സംഭവം, കിടിലൻ സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. അത് എടുത്തപ്പോൾ എൻ്റെ കൈയൊക്കെ വല്ലാതൊക്കെ ചൊറിയുന്നുണ്ട്. എന്താവും എന്ന് എനിക്കറിയത്തില്ല. അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചോദിക്കാനും ആളില്ല. അണ്ണനോട് ചോദിച്ചാൽ അണ്ണനും അറിയത്തില്ലല്ലോ, പിന്നെ ആരോടാണ് ഞാൻ ചോദിക്കുക. ഞാൻ വിചാരിച്ച് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് തുടങ്ങുക. എന്താണെന്നറിയാവോ ആ സംഭവം? ഞാൻ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ചേമ്പിൻ താളുണ്ടല്ലോ, ചേമ്പിൻ താള് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു, വെള്ളക്കിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിച്ച് നല്ല ചിക്കൻ കാലും അട്ടൻകാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഉടായിപ്പ് പണി തന്നെ. ചേനത്തണ്ട് തോരൻ. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ, നമ്മുടെ സുപ്രുവിൻ്റെ തോട്ടത്തിലെ അല്ല, സരസുവിൻ്റെ തോട്ടത്തിലെ സ്വന്തം ചേമ്പിൻ്റെ താളെടുത്ത് ചേമ്പൻ താളൊക്കെ പോയി കേട്ടോ. നമ്മൾ കിളയ്ക്കാറായാലും ഇപ്പം ചേമ്പൻ താളൊക്കെ, ചേമ്പൻ താളല്ല, ചേമ്പ് കിളച്ചെന്ന് തോന്നുന്നു. അമ്മ ഇവിടെ ഇല്ലാത്തൊന്നും കിളച്ചില്ല കേട്ടോ. അപ്പോഴേ അതൊരു 2-3 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തോട്ടത്തിലെ തന്നെ കാന്താരി മുളകിൻ്റെ വലിയത്, അത് ഞാൻ ചതച്ചിതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതേ കടുക് വറുത്തു. എന്നിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താകുമെന്ന് നമുക്കൊന്നും അറിയണമില്ല. അപ്പോൾ തോരന് ചൊറിയുമോ എന്തോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ താള് ഞാനിനി അത് എടുക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ചെറുതായിട്ടൊക്കെ ചൊറിയുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് തോരൻ വയ്ക്കാം. ഞാൻ അരിഞ്ഞിട്ട് നന്നായിട്ട് പിരിയണം. ഇതൊരു പഞ്ഞിമാതിരിയല്ലേ ഇത് സംഭവം, ഈ താള്. അപ്പോൾ കഴിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തു കേട്ടോ. ഒത്തിരി അമർത്തിയൊന്നും പിഴിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അമർത്തിയൊന്നും പിഴിയേണ്ട കാര്യമില്ല. പിന്നെ അതിനകത്ത് അങ്ങനെ വെള്ളം കയറത്തില്ല. പിന്നെ ഇതിനകത്ത് വെള്ളമാണല്ലോ. പക്ഷെ നമ്മൾ വെള്ളത്തിനകത്തിട്ട് കഴുകിയാലൊന്നും ഇതിനകത്ത് വെള്ളം കയറത്തില്ല കേട്ടോ. അപ്പോഴങ്ങനെ ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ചേമ്പിൻ താള് മീൻകറിയൊക്കെ ഉണ്ട്, ഉണക്ക മീൻകറി. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിത് ആദ്യത്തെ സംഭവം. ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും തോരൻ വെക്കാൻ പച്ചക്കറിയൊക്കെ എൻ്റെ തീർന്നു കേട്ടോ. അപ്പോഴും അണ്ണന് സമയമില്ലാത്തത് കൊണ്ടാണ് രാത്രി താമസിച്ചൊക്കെ ഇപ്പം നീങ്ങുന്നത്. പിന്നെ ഉത്സവവും ഒക്കെ ദേഹം പറ്റി ഞാൻ ഒരു ചട്ടി ഞാൻ കാണിക്കാം കേട്ടോ. ഒരു ചട്ടി താളിട്ട് കൊടുത്തത് അതേ പകുതിയായി, 1/4 ഭാഗമായി. അപ്പോഴിതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. വെള്ളം അങ്ങ് വലിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കൈക്ക് ചൊറിച്ചിലുണ്ടെന്ന് പറഞ്ഞതോ വലുതായിട്ട് ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ. നമ്മളങ്ങനെ എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അയ്യോ, ഒരു 1/4 ചട്ടി കണ്ടോ, 1/4 ചട്ടിയേ ഉള്ളു താള്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. അതങ്ങ് വറ്റി. എന്നിട്ട് തേങ്ങാത്തിരിയിലിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്താവും നമ്മൾ ചെയ്യാത്തതൊന്ന് ചെയ്ത് നോക്കണ്ടേ. എന്തായാലല്ലേ നമുക്കത് നല്ലതാണോ അല്ലയോ ഇനിയും വെക്കാനൊരു ഒരു പ്രേരണയൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. സരസ് ഇവിടെ ഇല്ലാത്തത് പാടി ഇതൊക്കെ കഴിച്ചിട്ടും
സരസു വരുന്നില്ലയോ? സരസു വരണമെന്ന് പറഞ്ഞ് ഇരിക്കുക കേട്ടോ. സരസു വരും താമസിയാതെ. എൻ്റെ പൊന്നെ, ചേമ്പന്താള് നിറച്ചും വെള്ളം. ഞാൻ നന്നായിട്ട് പിഴിഞ്ഞതാ, പക്ഷെ ഇതിന് വെള്ളം ഉണ്ട് കേട്ടോ. നമുക്കത് വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് തേങ്ങ തിരിയലിട്ടെടുക്കാം കേട്ടോ. വേവണമല്ലോ. അപ്പോൾ ഇന്ന് ഉടായിപ്പിലെ തോരനാണ് എനിക്ക്. തൈര് ഇരിപ്പുണ്ട്, ചിക്കൻ കറി ഇരിപ്പുണ്ട്. ഇന്നലെ ഞാൻ വെച്ച്, അത് വേണ്ട, അത് അവർ കൊണ്ട് എനിക്കിതൊന്നും വേണ്ട. ഞാനൊരു മുട്ടയോ ഒഴിച്ച് കഴിക്കും കേട്ടോ. ഇതൊന്നും വേവട്ടെ കേട്ടോ. നമ്മുടെ ചേമ്പന്താളെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മോര് കലക്കി വയ്ക്കും. തൈര് ഇരുന്ന് വെക്കും. തൈര് ഒത്തിരി ഇരുന്ന് അപ്പോഴത് നമുക്ക് അരങ്ങി വയ്ക്കാം. മോര് കറി എടുക്കാം. ചട്ടിയിലൊന്നും ഇല്ല കേട്ടോ. ഒരു ചട്ടി താഴെ ഇട്ട് കൊടുക്കട്ടെ. എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നാളെ ഇടുവന്നത് ഒന്നുമില്ല കേട്ടോ. ചട്ടിക്കകത്ത് ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇത് ഏറി വരും. ഏറിയല്ല, ഇത് കുറഞ്ഞ വന്നത് കേട്ടോ. അപ്പോഴും നമ്മുടെ മോരിൻ്റെ കാര്യത്തിലും തീരുമാനമായി കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, മാറ്റി വെക്കാം. നമുക്ക് കടു വറുത്തൊഴിച്ചാൽ മതിയല്ലോ. എളുപ്പമാണല്ലോ. എന്ത് ചെയ്യാനാ, തേങ്ങ തിരികുമ്പോൾ മൊത്തം ഇങ്ങനെ കഴന്ന് വീടുക. അപ്പോഴേ ഇത് ഫുള്ള് തിന്ന് തീർക്കേണ്ട ജോലി ഇപ്പം എനിക്കാട്ടോ. എന്തോ വേണം, ശർക്കരയൊക്കെ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കണമെന്നുണ്ട്. കുറച്ച് ആയി. അതിൻ്റെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. നമ്മളിത് നോക്കാം കേട്ടോ. സംഭവം ഇത് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ പടവലങ്ങ മെഴുക്കുവരട്ടി വെക്കല് വെള്ളക്കിടുമല്ലോ, ഇതേ അതുമാതിരി ഇരിക്കും. തേങ്ങത്തിരിയിലിട്ടില്ല, ഇതേ വെള്ളമൊക്കെ വറ്റുമത്. ഇനി നമുക്ക് തേങ്ങാത്തിരികൾ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ചായി കേട്ടോ. ഞാൻ ഒത്തിരി തേങ്ങ തിരികെ വെച്ചതാ. ഇത് ഒരുപാടുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പടവലങ്ങ ഇങ്ങനെ വെള്ളക്കിട്ട് കഴിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇത് അരിഞ്ഞ് വന്നപ്പോൾ, ഇങ്ങനെ വെന്ത് വന്നപ്പോൾ ആ ഒരു പടവലത്തിൻ്റെ ആ ഒരു ഇത് വന്നു കേട്ടോ. നോക്കാം. അടിപൊളി കേട്ടോ. ചൊറിയുന്നുണ്ടോ? ചൊറിയുന്നു ഒന്നുമില്ല. ദൈവമേ, എൻ്റെ ചേമ്പ് മൊത്തം ഉണങ്ങി. ഇതെങ്ങാനും അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഇത് ഇങ്ങനെ വെച്ചൊക്കെ കഴിച്ചതിന്. നമുക്കെന്താ വിഷങ്ങളും ഒന്നും ചേർക്കാത്ത സംഭവങ്ങളല്ലേ. അയ്യോ, പക്ഷെ എൻ്റെ ആ 2 മൂടേ ഉള്ളായിരുന്നു. മൊത്തം ഉണങ്ങി, നാമ്പെല്ലാം ഉണങ്ങിപ്പോയി. അതിനകത്ത് ഞാൻ ആ മണ്ട കണ്ടിച്ചുകൊണ്ട് വന്ന് ഞാൻ ഇട്ടതാ കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും വെക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കുറച്ചില്ല കേട്ടോ. ഇതിലൊട്ടുമില്ല. നല്ല എരിവുണ്ട്. നമ്മുടെ മുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടതല്ലേ, ഒന്നും ഇതാവട്ടെ. നമ്മുടെ തോരൻ നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞു, ഞാനൊരു തോരൻ വെച്ച് സക്സസ് ആയതിൽ സന്തോഷം കൊണ്ട് പറയുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് തോരന്. എനിക്കല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചതച്ച് വാരി ഇടുന്നതിനെക്കാട്ടിലും ഇഷ്ടമുണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞു ഡായ്പിലെ തോരനുണ്ടല്ലോ, തേങ്ങാത്തിരിയിലൊക്കെ ഇട്ട്. ആരും കുശുമ്പ് പറയുന്നത് എനിക്കറിയത്തില്ല. ഈയിടെയായിട്ട് ഭയങ്കര കുശുമ്പ് പറച്ചില്ല. ആരാന്ന് എനിക്കറിയാം കേട്ടോ. ആരാണെങ്കിലും നല്ല ആയം മാത്രം പറഞ്ഞേക്കണം. അവളെ തോരൻ അടിപൊളിയായി, പിള്ളേരെ അടിപൊളിയായി. നമുക്കൊന്നേ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്താൽ. എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ടും കൊതിയും മതിയും തീരുന്നില്ല കേട്ടോ.
സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നേ ഒന്നും അല്ല കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നായിരിക്കും ഒരു ഫോട്ടോ. സ്മൈൽ പ്ലീസ്. സ്മൈൽ പ്ലീസ്. സൂപ്പറാ, കിടക്കാച്ചു പോയി. തുള്ളി ചാടണമെന്നുണ്ട്, ആര് കാണാൻ, ആരും ഇല്ല ഇവിടെ. അപ്പോൾ വാങ്ങിയിട്ടിട്ട് ഇനി നമുക്ക് മോരിന് കടുകൊക്കെ വറുത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ മോരിനെ കടുക് വറക്കട്ടോ. അപ്പത്തിൻ്റെ ചട്ടി അങ്ങോട്ട് എടുത്ത് വെച്ച്, മറ്റേത് എനിക്ക് പേടിയാണ്, ചെറുതൊക്കെ എടുത്ത് വയ്ക്കാൻ തീ കയറുമോ എന്നുള്ളൊരു പേടി. നമ്മുടെ അപ്പച്ചട്ടി ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ. എല്ലാവരും ഒത്തിരിയും പേരിങ്ങനെ അപ്പച്ചട്ടിക്കകത്ത് കടുക് വറക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പേരങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരിങ്ങനെ അപ്പച്ചട്ടിക്കകത്ത് കടുക് വറക്കുന്നതായിട്ട് ഞാൻ കണ്ടു വരുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തില്ലേ. കടുകൊന്ന് അടച്ചു വെക്കണമല്ലോ, കടുക് ഇടുമ്പോഴേ പൊട്ടിത്തെറിക്കുന്നു. അപ്പം കടുകൊന്ന് അടച്ചു വെക്കണമല്ലോ. പൊട്ടുന്നുണ്ട്, പൊട്ടട്ട് തീ അങ്ങ് ഓഫാക്കി പൊട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അലങ്കാരപ്പണികൾ, മോര് കറിച്ച് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആവണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി. എൻ്റെ അലങ്കാരപ്പണി ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമില്ലേ അത് കാണാൻ. എന്നിട്ട് ഷൂന്നും പറഞ്ഞ് അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് വീണ്ടും തിരികെ അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് എന്താ ചൂടാക്കുവാണ്. ഇന്ന് വെള്ളരിക്കൊന്നും ഇട്ട് ചൂടായിട്ടില്ല മോര് കറിയാണ് കേട്ടോ. നമ്മൾ വെറുതെ മോര് കാച്ചത്തില്ല, അതാണ് ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് മീൻ കിട്ടിയതും ഇല്ല കേട്ടോ, മീൻ വാങ്ങിച്ചതും ഇല്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു മുട്ട പൊരിച്ചതോ ഒക്കെ മതി, മാങ്ങാച്ചാറും ഒക്കെ മതി കേട്ടോ. ചിക്കൻ കറി, അവർക്ക് ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇനി കറി വയ്ക്കാനും ഇരിക്കുന്നു. വെച്ചത് തീർന്നിട്ട് നാളെ നമുക്ക് വയ്ക്കാം. ചൂടാവട്ടെ മോര് കറി ഒന്ന്. കാക്കച്ച് കുറേ നടന്ന് വഴക്കുണ്ടാക്കും കേട്ടോ. അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. പകുതി ആയപ്പോഴത്തേക്ക് എൻ്റെ മൊബൈലിൽ ചാർജും പോയി. മുട്ടയൊക്കെ പൊരിച്ച് കേട്ടോ, മുട്ട പൊരിച്ച് എനിക്കതൊക്കെ മതിയല്ലോ. അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട്. ഇപ്പം വൈകിട്ടായി. ചേച്ചി പറയുന്നതിൻ്റെ കൂട്ട് ഞങ്ങൾക്ക് ചോറിന സമയമായി. അപ്പോഴും ഞങ്ങൾക്ക് വൈകിട്ടായി കേട്ടോ. ചായ കുടിച്ചു, കാണുന്നില്ലേ, ചായ കുടിച്ചു. ഇച്ചിരിയും കൂടെ ഇങ്ങോട്ട് വയ്ക്കണേ, ഇപ്പം കാണാമായിരിക്കുമല്ലേ. അപ്പോഴും നമ്മൾ ചായയൊക്കെ കുടിച്ചു, വൈകിട്ടായി. അപ്പോഴും നമ്മൾ ഇങ്ങനെ വേറെ ഇരിക്കത്തില്ലല്ലോ. 2-3 ദിവസം കൊണ്ട് പോച്ചപറിയാണെന്ന് പറഞ്ഞില്ല. ഞാൻ പോച്ചയ്ക്ക് പുല്ല, നമ്മളിവിടെ പോച്ചയ്ക്ക് പുല്ലെന്നാണ് പറയുന്നത് കേട്ടോ. പോച്ചയ്ക്ക് പുല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ചില നാട്ടിൽ പുല്ലെന്ന് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോഴേ പോച്ച പറിക്കുവാണ്. നമ്മുടെ പിച്ചിയുടെ ചവിട്ടി കുറച്ച് പോച്ചയൊക്കെ ഉണ്ട്, അതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. ചെടിക്ക് ഇനി നാളെ രാവിലെ വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പകുതി വഴിയല്ലേ നമ്മുടെ വീഡിയോ പിന്നെ മൊബൈൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ ഫുള്ള് നിറഞ്ഞ് കിടന്നത് വീഡിയോ. അതൊക്കെ എടുത്ത് മാറ്റി വന്നപ്പോഴത്തേന് ചോറുണ്ട് ദഹിച്ചു. പിന്നെ ചായക്കുള്ള സമയമായി. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ വിചാരിച്ചു നമുക്ക് മുറ്റത്തെ ബാക്കി പോച്ചയും കൂടെ നമുക്ക് പറിച്ച് കളയാൻ, വെറുതെ ഇരിക്കേണ്ട. ഇന്നിപ്പം തുണി അലക്കുന്നില്ല, നാളെ അമ്മിണിക്ക് കൊടുക്കാം കുറച്ച്. എനിക്ക് വയ്യ കേട്ടോ, എൻ്റെ കൈയൊക്കെ അങ്ങ് വേദന എടുക്കും.
ഇന്നലെ ബാത്റൂം എല്ലാം തേച്ച് കഴുകിയ ഒരു പരുവായി ഞാൻ കേട്ടോ. എനിക്ക് ആ ജോലി ചെയ്യുന്ന പിറ്റേ ദിവസം എനിക്ക് എൻ്റെ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. വലത്തെ കൈയല്ലേ വയ്യാത്തയില്ലേ. വയ്യാത്തയെന്ന് ആരോട് പറയാനാ, ഞാനങ്ങ് സ്വയം പറയും കേട്ടോ. അടി. അപ്പോഴും ഞാനെന്നാലേ പോച്ചയൊക്കെ പറിക്കട്ടെ കേട്ടോ. പോച്ചയൊക്കെ പറിക്കട്ടെ, കുറച്ചുണ്ട്. അപ്പോഴൊക്കെ അതൊക്കെ പറിച്ച് തൂത്തൊക്കെ തൂത്ത് വരാനൊന്നുമില്ല, കുറച്ച് അവിടെ ഇവിടെ കരിയിലയൊക്കെ ഉണ്ട്. നമ്മുടെ പിച്ചിപ്പെണ്ണ് എൻ്റെ തല വട്ടക്കെട്ട് കെട്ടി. എന്നാലും ഞാൻ പൂവ് കളയത്തില്ല കേട്ടോ. മുല്ലപ്പൂവ് വട്ടക്കെട്ട് കെട്ടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒത്തിരി ഒരു സമാധാനമുണ്ട്. മൊബൈലിൻ്റെ അസുഖം മാറി, മോനെ എന്തോ ചെയ്തു. മറ്റേ ഞാൻ പറയത്തില്ല എപ്പോഴും പരസ്യം കയറി വരിക എന്നൊക്കെ, അതെന്തോ ഓണായി കിടന്നത് കേട്ടോ. കുഞ്ഞന്നേരം ഏതാണ്ടൊക്കെ ശരിയാക്കി തന്നു. അപ്പോഴതുകൊണ്ട് എനിക്കിപ്പോൾ ഒത്തിരി സമാധാനമുണ്ട്. മറ്റേത് ഇങ്ങനെ കുത്തി ഇരിക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അടുക്കളയിൽ നിന്ന് കുത്തി ഒരു പരുവായി. ഇപ്പോൾ എന്തായാലും എനിക്ക് സമാധാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് വർത്താനമൊക്കെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒട്ടും നമുക്ക് വീഡിയോ എടുക്കാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉത്സവം വെടിയൊക്കെ കേൾക്കുന്നു, കൊട്ടൊക്കെ കേൾക്കുന്നു. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളാണല്ലോ ഇന്നും നമ്മൾ കാണിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. പോച്ച പറിച്ച് എൻ്റെ കൈയുടെ നഖം എല്ലാം പോയി, എന്നാലും പറിക്കാതിരിക്കുന്നത് എങ്ങനെ? പറിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇപ്പം നമുക്ക് പറിക്കാം എന്ന് വെച്ചാൽ പോച്ച മയങ്ങി നിൽക്കുന്ന സമയമായിട്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് തളിർത്ത് അല്ല എന്ന് വെച്ചാൽ വാട്ടലായി. അതുകൊണ്ട് നമുക്കിപ്പം പറിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പോച്ചയൊക്കെ പറിക്കട്ടെ.